ഇന്ന് കുറുമക്കറി ഉണ്ടാക്കണേ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഇന്ന് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കണേ കേട്ടോ. സവാള ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യണേ കേട്ടോ, ഇത്തിരി വലുതാക്കിയിട്ട് കുറുമയിലേക്ക്. അതിന് ഞാൻ ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങ് ഒരെണ്ണം 2 സവാള എടുത്തേണേ കേട്ടോ. ചെറിയൊരു കുറുമ ഉണ്ടാക്കണം. ഇതിന് വെളുത്തുള്ളി വെറുതെ നമ്മൾ വെറുതെ അരിഞ്ഞിട്ടേ ഉള്ളൂ, ചതച്ചിട്ടൊന്നുമില്ല, ചെറുതാക്കി അരിയുക. അതുപോലെ ഇഞ്ചി ഒരു പീസ്, അതും ചെറുതാക്കി അരിഞ്ഞിടാം. പച്ചമുളക് 2-3 ഇട്ടാൽ മതി കേട്ടോ. കഷ്ണത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഇഞ്ചി തകണ്ട് നീളത്തിലാണ് അരിഞ്ഞത്. വെളുത്തുള്ളിയും ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടൊക്കെ കേട്ടോ, പീസാക്കിയിട്ട്, ചതച്ചിട്ടില്ല. അതുപോലെ 2 പച്ചമുളക് ഇട്ടുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രം. ഇതിലേക്ക് നമുക്ക് കറുവപ്പട്ട 2 പീസ്, 2 ഏലക്കായ, 2 കരയാമ്പൂവ് ഇട്ടാ ഇതൊക്കെ ഇടാം. ചെറിയ പീസുകളാണ് ഇടുന്നത് കേട്ടോ. കുറുമയിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം, കുറച്ച് കാഷ്യൂനട്ട് അരച്ച് ചേർക്കാം കേട്ടോ. കാഷ്യൂനട്ട് കുതിർത്തരയ്ക്കണവരുണ്ട്. ഇത് ഞാനിപ്പോൾ കുതിർത്തരയ്ക്കണമൊന്നുമില്ല, കുറച്ച് കൂട്ടാതെ ഞങ്ങൾ വെക്കണുള്ളൂ. അത് കാരണം എല്ലാതും കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. കാഷ്യൂനട്ട് നാളികേരം കൂടി അരച്ചതാണിത്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം കേട്ടോ. 2 തണ്ട് മല്ലിയില ഇടേണ്ടിട്ടതാണ് ഇതിൽ. ഒരു കുറച്ച് ഇടാൻ പാടുള്ളൂ, അധികം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. നമുക്ക് അരപ്പ് കറിയിലേക്ക് ചേർക്കാം കേട്ടോ. അത് അരപ്പ് ചേർത്ത് കുറുമക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പാകത്തിന് അതിൻ്റെ ഇവിടെ വെള്ളത്തോടു കൂടി കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കുറുമക്കറി റെഡി. ഇതിലേക്ക് ഇനി മല്ലിയില കൂടി ചേർക്കാം. ലാസ്റ്റ് നമ്മുടെ കുറുമക്കറിയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില വിതറാം കേട്ടോ. അങ്ങനെ അടിപൊളി കുറുമക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നിവിടെ ഭൂരി ഉണ്ടാക്കുന്നത്. ഭൂരിക്കും ചപ്പാത്തി, ദോശ, ചോറിനും വേണമെങ്കിൽ ഉപയോഗിക്കാം. അത്രയും നല്ല കുറുമക്കറിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ.